Resources here. ഇന്ന് നമ്മളൊരു ഫ്രീ സ്റ്റൈൽ പ്ലെയറും കാര്യമൊക്കെ ആയിട്ടാണ് കളിക്കാൻ പോണേ. അപ്പോൾ ഈ ഫ്രീ സ്റ്റൈൽ പ്ലെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ല, നമുക്ക് നമ്മുടെ ജസ്റ്റ് ചുമ്മാ കളിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയാണെങ്കിൽ എന്നെ അടിച്ചിട്ടു. ഞാൻ കണ്ടിട്ട് എൻ്റെ നെറ്റ് വൈക്ക് വന്നു. എന്നിട്ട് ചക്കൻ എന്നെ കിടന്ന ട്രോള്. സ്കോർ നോക്കണത് ഇത്ര, എൻ്റെ ഡാമേജും ഇതും നോക്കണം നിൽക്കാൻ. എന്നിട്ട് അവന് എൻ്റെ ഉറപ്പുണ്ടെങ്കിൽ അവൻ ഇതിട്ട് കാണിച്ചു. ഇതേ ഗുണത്തിന് അപ്പം അതെടുത്തിട്ട് കാണിച്ചു തരാം. അവൻ ചമ്മനോട് രൂപം ഇറ്റ്സ് ടൈം ടു റിവെഞ്ച്. ദേ പോണു അവനാണ് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിട്ട്. അപ്പം മറ്റവനാണ് കിടന്ന് ഭയങ്കര ട്രോള്. മോനെ നിക്ക് ബ്രോ, എനിക്ക് അവനൊന്ന് ട്രോൾ ചെയ്യണം. അവനൊന്ന് ട്രോൾ ചെയ്ത് കൊല്ലട്ടെ. പാപം പറഞ്ഞാണ്. ഇറങ്ങിപ്പോടാ എന്നോട് ആരും ഇവിടെ ഒന്ന് ഇടപെടാൻ പിന്നെ ഇടപെടയാക്കൂട്ടെ. അടിച്ചിട്ട് ആരും അവനെ റിവൈവ്, നീ ആരും അവൻ ചങ്കും ആരിക്കറ. ആദ്യം ഒന്ന് ഇവനെ തന്നെ ഇവൻ കുട്ടി കേട്ടോ. തോംസൺ ആണ് ഇവൻ്റെ കയ്യിൽ. നമുക്കിനി ഏത് വഴി കൂടെ കയറുമെന്ന് അറിയില്ല, കാരണം ഓൻ വന്നു തുടങ്ങി. ഞാൻ അടിച്ചവനെ എന്തായാലും എനിക്ക് ആ കിട്ടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എന്തായാലും അവനെ ട്രോളങ് ചെയ്ത് ഇപ്പം എനിക്കൊരു സമാധാനമായി. നമുക്ക് മറ്റേ ഗിൽഡിന് മറ്റേ കൊടിയില്ല. ഞാൻ ഗിൽഡ് ഇറങ്ങിയായിരുന്നു. ഞാൻ വേറൊരു ഗിൽഡിലാണ്. അപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഗിൽഡിൽ ഒന്ന് ചേരാം. നിങ്ങളുടെ ഗിൽഡിൻ്റെ നെയിമെല്ലാം കമൻറ്റ് ചെയ്തിട്ടോ. അതിൻ്റെ ലീഡറും ഐഡിയ എല്ലാം കമൻറ്റ് ചെയ്തിട്ടോ. ഞാൻ നിങ്ങളുടെ ഗിൽഡിൽ മാക്സിമം കയറാൻ നോക്കാം. പിന്നെ നിങ്ങളുടെ അക്കൗണ്ടിലെ ലെവലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിടുക. എല്ലാവരും ലൈക്ക് സബും കാര്യമൊക്കെ ഇത്ര നേരം ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഷോ യുവർ സപ്പോർട്ട്. ഇച്ചിരി നാളെ നമ്മൾ വീടിട്ടിട്ട് ഈ ഫുൾ ടൈം ഇതാണ് സാഡില്. നമ്മളെ പിള്ളേരുണ്ട് നമ്മളെ പൊക്കാൻ. അയ്യേ അവൻ ചത്തില്ല. ഞാൻ അവൻ ചത്തൂന്ന്. കുത്തിപ്പൊടി ഒട്ടും ഇഷ്ടമല്ല സാധനം. കണ്ടോ അവൻ വീണ്ടും ട്രോൾ തുടങ്ങി. കണ്ടോ ഈ അവസ്ഥയാണ് ഇവൻ്റെ. ഇവൻ്റെ ടീം ആകെ ഒരു റൗണ്ട് എടുത്തിട്ടുള്ളൂ. ഞാൻ ഓഫ്ലൈൻ ആയപ്പോൾ ആ ഒരു റൗണ്ട് എടുത്തതിൻ്റെയാണ് ഇവന്മാർ ഈ ഗെയിം കാണിക്കണേ. സാരില്ല, അടുത്ത റൗണ്ട് നമുക്ക് ഇവന്മാരെ അടിച്ചിടാം. ബിക്കോസ് ഇവൻ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്ന ഒരു ഗെയിമറാണ് കേട്ടോ. ഇവനൊരു ഗെയിമറാണ്. പക്ഷെ എനിക്ക് ഇവനെ അറിയില്ല. ഇത് റാൻഡം കസ്റ്റമാണ് കേട്ടോ. ഒരു തമിഴനാണ് എന്നെ കിടന്ന് ഇപ്പോൾ ഈ ട്രോളിട്ട് കാണിക്കണേ. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. അത് നിങ്ങൾ പേടിക്കണ്ട. 533 ബ്രോ. അത് തന്നെ ബ്രോ. അവനൊന്ന് ട്രോൾ ചെയ്തേ. അത് തന്നെ. ചെക്കനെ കളിക്കാറില്ലെങ്കിലും കുത്തിപ്പിടിക്കുന്ന ഒരു കുറവില്ല. ഇവൻ ഇച്ചിരി സീനാട്ടോ. എനിക്കറിയാം, ഇവനറിയാം. കണ്ടോ ഞാൻ പറഞ്ഞില്ല, ഇവൻ ഇച്ചിരി സീനാ. ഇവനൊരു സ്വല്പം സീനാ. പക്ഷെ ഞാൻ ഫൈനൈൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവൻ നിന്ന് കയറും. എനിക്കത് പറയാനുള്ളൂ. അപ്പോൾ അവനൊന്ന് കളിക്കാം. സൗണ്ടൊന്നും അത്ര ഇതായിട്ട് നമുക്ക് നമ്മുടെ പിള്ളേർക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നില്ല. നോക്കി അവനാകെ ഇത്ര എൻ്റെ ഏകദേശം സെയിം ഡാമേജാണ് അവനും. പക്ഷെ ആ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവനും ഒരു ഇല്ലല്ലോ ഇത്രയും ചാടാ. ഈ കഷ്ടം ഉണ്ടാക്കിയവനാണ് അവനാണ് കിടന്ന് ഈ പണിയാണ്. ഇനി അവനെ ഞാൻ കാണട്ടെ. തലച്ച്
I need backup. Head there. First dude. അതെ അച്ഛനെ കണ്ടില്ലല്ലോ കണ്ടില്ല എന്റെ തല പുറത്തില്ല തലടിച്ച് ഞാൻ M80 ആന്ന് വെച്ചിട്ട് എടുത്തേ അയ്യേ വീണ്ടും ട്രോള് ഓക്കെ അവരും എന്നെ സെയിം രീതിയിൽ ട്രോൾ ചെയ്യുക എന്നിട്ട് Double takedown. എംഫാണെങ്കിൽ ഈ പൊട്ടന്മാരെ ഇടുന്ന ഹാമർ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് മറ്റേ ഇവനില്ല റയാൻ അവൻ്റെ എനിക്ക് മറ്റേ ഹാമേഡ് ഇത് കിട്ടിയായിരുന്നു. എന്നിട്ട് ഞാൻ എന്നെ കാണിച്ചത് കൊണ്ട് കളഞ്ഞു. അതുകൊണ്ടാണ് ഇത് ഇമോട്ടൊക്കെ കാണിക്കണേ. എടാ ഏതോ തമിഴിനാണ് കേട്ടോ ഇത്. എനിക്ക് കണ്ണെടുക്കാൻ പൈസ ഇല്ല ഇനി. ആരെങ്കിലും എനിക്ക് കണ്ണ് വാങ്ങിച്ചോ. ഇതെങ്കിൽ ഇത് കുത്തിപ്പിടിയില്ല. ഹെഡ് ഷോട്ട് തന്നെ ആയിരിക്കും. ഉള്ളി ഹെഡ് ഷോട്ടാണ്. ഫുൾ റെഡ് അടിച്ചിടാം. മറ്റേ റേയാണ് ഇച്ചിരി അവൻ ഇച്ചിരി നന്നായിട്ട് കളിക്കുന്നതാണ്. ഓക്കെ അതാണ് അവൻ അഡ്വാൻറ്റേജ്. അവൻ ഇപ്പോൾ കുത്തി പിടിക്കാൻ തുടങ്ങിയോ. ഇത് ഡബിൾ വെക്ടർ ഇല്ലാന്നോ അവൻ്റെ ഇത്. അത് ഡബിൾ വെക്ടർ. അയ്യേ അവിടെ നീ കുത്തിപ്പിടിയാണോടാ. ഇവനെങ്കിലും നന്നായിട്ട് കളിക്കുന്നവനാന്ന് ഓർക്കുമ്പോഴാ. ഇവൻ തന്നെ നോർമൽ രീതിയിലാണ് ഫിനിഷ് ചെയ്തത്. സാരില്ല. എടാ എനിക്ക് M80 എടുക്കാൻ പൈസ ഇല്ല. ഇത് എന്ത് കഷ്ടമാണത്. ഡാമേജ് ഇവിടെ അടിക്കാൻ പറ്റില്ല. ഇപ്പൊ തോമസം ഭയങ്കര റീക്കോയില്ല. ഇനി ഇപ്പൊ മറ്റവന്റെ പട്ടിഷ തുടങ്ങും. അത് തന്നെ. എനിക്ക് ഇറങ്ങി പോകണമെന്നില്ല. ഇവനെ എനിക്ക് നന്നായിട്ട് റിവെഞ്ച് എടുക്കണം. ഇനിയിപ്പോ എനിക്ക് ഡ്രസ് എടുക്കാം. പക്ഷെ എനിക്ക് ഗ്ലൂവാള് ഹെൽമെറ്റും വേണം. അതാണ് എനിക്ക് മെയിൻ തീം സാധനം വേണ്ടത്. എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എനിമി ചത്തു എന്ന് കൂട്ടിയാണ്. പേടിക്കുന്ന മക്കളെ ഞാനുണ്ട്. കാരണം എലിമിനേറ്റ് ഇപ്പോൾ ഇത് നല്ല കയറ്റി. ഇപ്പോൾ സ്കോറ് 3-3. ഇനി ആ മണ്ണ് അവൻ വന്നിട്ടുണ്ട്. മറ്റേ കൂടാരത്തിൽ നിന്ന് ഫിനിഷ് ചെയ്യുന്ന അവന് ഫോൺ ചെയ്ത് മടുക്കുന്നു. അതേ അവൻ അച്ഛൻ്റെ മോന്ത എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ടോ. ഇതവിടെ താടെ തല കാണിക്കും. ഊമ്പി വിടുക. ഇട്ടോ എന്താ ഇപ്പം നിന്റെ കണ്ണാക്കി നിറച്ച് കിട്ടിയോടാ നിനക്ക്. ഇറങ്ങി പോടാ. അവനുണ്ട് അവൻ്റെ ഒരു ടീമേറ്റും. ഇതിപ്പോൾ മറ്റവൻ ഇനിയിപ്പോൾ എവിടെയാ. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അവൻ എനിക്ക് നല്ല ഉറപ്പുണ്ട്. അവൻ മിക്കവാറും ഈ വഴിയൊക്കെ ചാടിക്കയറി വരാൻ സാധ്യതയുണ്ട്. സെയിം M80 ധൈര്യമുണ്ട്. പാടാവേ പേടിച്ച് തൂങ്ങിയിരിക്കണം. ഇപ്പം തൂങ്ങി ഇനി മുമ്പേ പിള്ളേർ കീറും. ഇനി അവൻ്റെ ആ ചെക്കൻ്റെ ഇതങ്ങ് ഇട്ട് കൊടുത്തിട്ട് റിവെഞ്ച് ബ്രോ റിവെഞ്ച്. മറ്റേ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പ്രോ പ്ലെയർ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ത്യൻ മരുന്ന് കാണിക്കുന്നതാണല്ലോ. അവൻ്റെ വായി തിരികെ കൊടുത്തായിരുന്നു. എൻ്റെ പിള്ളേർ കൊടുത്തു തോന്നുന്നു.
ഇവനൊക്കെ ഫ്രീ സ്റ്റൈല് കണ്ടിട്ട് ചുമ്മാ ഒരു കഷ്ടം എടുക്കുമ്പോഴത്തേനും ചെക്കാൻ നന്നായി റോള് നോക്കിയോ. ഇനി അവൻ്റെ മരണം എൻ്റെ കൈ കൊണ്ടായി നോക്കിയോ. ദാറ്റ്സ് ഓൾ ബ്രോ. അത് Y333 അടിച്ചില്ലേ. നീ അതിന് എന്നെ അടിച്ചിടണമെങ്കിൽ അടുത്ത ജന്മത്തിൽ പോലും നിങ്ങൾക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവം എൻ്റെ കൂടെയാടാ. രൂപനെവിടെ എന്താടാ ഇപ്പം അവൻ്റെ ഇപ്പം ഇവനാണോ? അപ്പോൾ തമിഴിനെന്ത് അണ്ണാച്ചി വാങ്കോ. വാങ്കോ അവിടെ തന്നെ നിൽക്കോ വാങ്കോ. കണ്ടോ മറ്റേ അവനുള്ളതുകൊണ്ട് മാത്രമാണ് ഇവന്മാരിരുന്ന് ഇത് ചെയ്തോണ്ടിരുന്നത്, മനസ്സിലായോ? ഇല്ലെങ്കിൽ ഇവന്മാരൊക്കെ ഒരു ഇത് റാൻഡിങ് ക്വസ്റ്റ്യൻ എനിക്കറിയാം. എന്നാലും എന്നിങ്ങനെ ട്രോൾ ചെയ്യാനുണ്ടോണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേ. പിന്നെ നിങ്ങളുടെ ഗിൽഡ്, എനിക്കൊരു ഗിൽഡ് ആവശ്യമുണ്ട്, നല്ല ഗിൽഡ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഐഡിയും പാസ്വേഡൊക്കെ കമൻറ്റ് ചെയ്ത് തരേ. പിന്നെ 1v1 അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റാങ്ക് പുഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൂടി ഒന്ന് വിളിക്കുക. ഞാൻ ഫ്രീ ആണ് കേട്ടോ. മാത്രമല്ല നിങ്ങളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ ഐഡി കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഗൈസ് ഇതാണ് ലാസ്റ്റ് റൗണ്ട് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഒരു കഷ്ടം കൂടി നോക്കും ഇവനെ പോലെ വേറെ ഏതെങ്കിലും ചൊറിയന്മാരുണ്ടോയെന്ന്. അതായത് അമ്മമാരിപ്പോൾ അവിടെ തന്നെ നിൽക്കുമായിരിക്കും അല്ല. ദാറ്റ് മീൻസ് ദേ റൗണ്ട് അടിച്ച് പോയിട്ടുണ്ട്. അത് തന്നെ അതെ. ഏതനാടാ മൂന്നാം പ്ലെയറിനെ കൊടുകൂടാ. നീ എവിടെയാടാ? അവന്മാർ വന്നു. ഈ നിൽക്കുന്നു അവൻ. ഞാൻ കരുതി എൻ്റെ ടീമേറ്റ് വന്നു. ഓക്കെ ചൊറി ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത കസ്റ്റം കയറുന്നതിന് മുമ്പേ ഇത്രയും വരെ പോലും വീഡിയോ കണ്ടിട്ടില്ല, അത് സബ്സ്ക്രൈബ് ചെയ്തത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്. നമ്മൾ 1/2K ആവാറായി. നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യമില്ല, നമുക്കത് കയറാൻ പറ്റും. സോ പ്ലീസ് സബ്സ്ക്രൈബ്. ഇതാണ് കേസാ തമിഴൻ. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവന്മാർ പ്രൈം 3 ഒക്കെ തന്നെയാണ്. എന്നെക്കാളും പ്രൈമുണ്ട്, പക്ഷെ പ്രൈമിലല്ല കേസ് കാര്യം. ജസ്റ്റ് ബണ്ടിലോ നമ്മൾ ഗെയിമിന് എന്തോരം പൈസ കൊടുക്കുന്നുണ്ട്, ഇതിലൊന്നല്ല. നല്ലൊരു സെൻസിറ്റിവിറ്റി, അതാണ് ഏറ്റവും നമുക്ക് ആവശ്യമുള്ള സാധനം. വിവോകളുണ്ടെങ്കിൽ എക്സ്ട്രാ ബെറ്ററാണ്. പക്ഷെ ഗരീന നമുക്ക് കണ്ട ഇപ്പം നമ്മൾ ടോപ്പ് ചെയ്യുകയാണെങ്കിലും ഡയമണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, ഗരീന അത് ഊറ്റുകയും ചെയ്യും. നമുക്ക് പകുതി സാധനം കിട്ടാറില്ല. ഇതെന്ത് BR ഏതാണ്ടാണ്, അതുകൊണ്ടാണ് ഇപ്പോഴത്തെ 5000 ഡയമണ്ട് ഗീവ് അവേ ആവശ്യമില്ല. നമുക്കിപ്പോൾ ഡയമണ്ടിന് പറ്റി ഇതൊന്നും ആവശ്യമൊന്നുമില്ല. സാധനം ആ കസ്റ്റം എന്തോ 30 റുപ്പീസ് റെഡീമോ, അതൊന്നും നമുക്ക് വേണ്ട. 956710 വേറെ ഇനിയിപ്പോൾ ഫ്രീ കസ്റ്റം ഒന്നും കാണില്ല പോലും. അങ്ങനെയാണെങ്കിൽ നമുക്കായിട്ടൊരു ലോങ് വാൾസിൻ്റെ കാലം ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നതിൻ്റെ ഗെയിമിങ് കാലമൊക്കെ നോക്കാട്ടോ. ഞാൻ വേണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനത്തെ Y333 പേരിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇടയ്ക്ക് ഫ്രീ ആയിട്ട് കസ്റ്റമൊക്കെ ഇടും. ഇടയ്ക്ക് വേണമെങ്കിൽ ഞാൻ ക്യാരക്ടറോ പെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ഗിഫ്റ്റ് അടിക്കും. ബാനർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗീവ് അവേ ഒക്കെ കൊടുക്കാറുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങൾ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ നല്ലതാണ്.
ഇപ്പോൾ എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ഒരുത്തം വന്നിട്ടുണ്ട്. അവനെയും കല്ലും അടിച്ചു തുറക്കണതാണ് ഇനി നമ്മുടെ പണി. നമ്മളും കല്ലും എടുത്തേക്കണം. വുഡ്പെക്കറും ഡെസേർട്ടും ഇതൊക്കെയാണ്. എമ്മേജ് എടുക്കണമെന്നുണ്ടാവേ. ഞാൻ ട്രോൾ ചെയ്യാനല്ലേ ഗൈസ്. എനിക്ക് ഹെഡ് ആർട്ടിസ്റ്റ് കഴിഞ്ഞ ദിവസം ഏതാണ്ടാണ് കിട്ടിയത്. ഇതിനു മുമ്പേ കിട്ടിയിട്ടൊക്കെ ഉണ്ട്. കാരണം ഇവന്മാർ ഇച്ചിരി ഷോ ഓഫ് കാണിക്കുകയാണെങ്കിൽ ഇവന്മാർ ഇരുന്ന് നമ്മൾ ഇച്ചിരി പ്രോ പ്ലെയർ ആണ്. ഇതാണ് എന്നാലും ഇച്ചിരി കൂടി നന്നായിട്ട് അവന്മാർ കരുതും. കാണിക്കണം. അയ്യോ ഞാൻ പറഞ്ഞ എം ഐ ടി ആയിരിക്കും നല്ലത്. M8ൻ്റെ സ്കില്ല് നിങ്ങൾക്ക് അറിയില്ല. ഞാൻ M590 യൂസ് ചെയ്യുന്ന രീതി പോരാ. കാരണം M590 വെടിവെക്കുമ്പോഴേ റീലോഡ് ചെയ്യണം. ആകുമ്പോൾ പെട്ടെന്ന് ഇതായിരിക്കും. പക്ഷെ M8ക്ക് അങ്ങനെയൊന്നും ഇല്ല. M8 ഇസ് ദ ഗോഡ് ഓഫ് എവരി ഗണ്ണൊന്നും ഞാൻ പറയണില്ല. എന്നാലും ഒന്നിച്ചിരി പാക്ക് ചെയ്യാം. പക്ഷെ അപ്പം അവൻ അവിടെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇരിക്കുവാണ്. അവൻ എന്നെയും കണ്ടു, ഞാൻ അവനെയും കണ്ടു. അപ്പം ഗൈസ് ഇപ്പം കല്ലൊക്കെ വിളിക്കാം. ഒറ്റ സെക്കൻഡ് പോസ്. സോ ഗൈസ് എന്തോ കോൾ ചെയ്യാണ്ട് വന്നതാണ്. എന്നാലും നമ്മൾ പോയി അടിച്ചിട്ടുണ്ട്. എന്ത് കാണിച്ചിട്ടാണ് ഒരു വീടില്ല. അവൻ ഇനി ഇറങ്ങിപ്പോയോ? അവൻ ഇറങ്ങിപ്പോയി ഗൈസ്. കാരണം നമ്മൾ ഒരു കോളിൽ നല്ലതായിപ്പോയി. ഇനിയിപ്പോൾ കുഴപ്പമില്ല ഗൈസ്. ഇനി ഇവനങ്ങ് ഇറങ്ങിപ്പോട്ടെ. ഒട്ടും കാലം മതി. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് അല്ലെങ്കിൽ റാൻഡം കഷ്ടം കയറുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് നമ്മൾ വേറൊരു കഷ്ടത്തിലും കാലിലൊക്കെ കയറിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഇച്ചിരി ലെങ്ത് കൂടുതലായിരിക്കും കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല. നോർമൽ M8 ഇതാണ്. എനിക്ക് നോർമൽ M8 ഒന്നുകൂടി ഇതുള്ള. അതുകൊണ്ടാണ് ഞാൻ എടുക്കണേ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും എടുക്കാം. അതിൽ യാതൊരു കുഴപ്പമില്ല. ഈ കസ്റ്റ് ഇട്ടേക്കണ ഏതോ ഇത്തന മണ്ടനാണ്. കാരണം ഇവന് ഇൻഫിനിറ്റി ഗ്ലൂവാളൊന്നും ഇട്ടേക്കണം. ലിമിറ്റഡ് ഗ്ലൂവാള്. ഇത് കുത്തിപ്പൊടി എനിക്ക് ഇഷ്ടമായി കുത്തിപ്പിടിക്കുന്നേ. നമുക്ക് വേറെ കഷ്ടത്തിൽ കയറാൻ കഴിച്ചു വഴി. കുറേ ഉച്ചാളുകളുണ്ട്. ഇമ്മായി കഷ്ടമുണ്ട്. ഞാൻ കഷ്ടം വെച്ചിട്ട് ഇംഗ്ലീഷ് നോക്കേണ്ടതെന്ന്. അത് എൻ്റെയും തെറ്റുണ്ട്. 1v2 ആയിപ്പോൾ. അതെ വേറൊന്നുണ്ട്. ആടു എലോങ്ങോ എലോങ് എന്ന് പറഞ്ഞ വെക്കുന്നുണ്ട്. വേറൊരു കഷ്ടത്തിലും കല്ലൊക്കെ കയറിയിട്ടുണ്ട്. ഇനി കസ്റ്റ് വെച്ചിട്ടും കല്ലൊക്കെ നോക്കിയിട്ടും കല്ലൊക്കെ കയറാം. ഇത് സൊള്ളി ഹെഡ് ഷോട്ടാണ്. അപ്പോൾ ഇരിക്കണ്ട. 1v3യോ 1v3 അല്ല ഓക്കെ. സ്റ്റാർട്ടർ മീൻസ് ബേബി എന്ന് പറഞ്ഞാൽ ഇതിനാണ് കസ്റ്റ് ഇട്ടാക്കുന്നത്. ഇവനാണ് കസ്റ്റ് ഇട്ടാക്കുന്നത്. ഓക്കെ കുഴപ്പമില്ലാത്ത പ്ലെയറാണ്. ഇവനും നല്ല അടാറ് പ്ലെയറാണ്. ഇവൻ കുഴപ്പമില്ല. ഇവൻ നല്ല പ്ലെയർ കേട്ടോ. അത് 7 year old പ്ലെയറാണ്. ഇവൻ കൊള്ളാം. പോരാ എന്നാലും ഇവോഗണ്ണൊക്കെ ഇല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇവനാരാ
അങ്ങനെ ഒരുത്തനും വന്നിട്ടുണ്ട്. പക്ഷേ ഈ കളി ഞാനും ആവുമെന്ന് തോന്നുന്നില്ലേ. അതേ കേസ് എൻ്റെ അളിയനായിട്ട് വരുന്നത് കാരണം സ്കെലിട്ടൻ്റെ ഇത് ഉണ്ട്. ഞാനായിട്ട് അങ്ങ് ഇറങ്ങി പോയാലോ. ഇന്നെങ്ങാനും നല്ല കളി കാണുമോ. നാളെ ഉറങ്ങി എഴുന്നേക്കേണ്ടി വരും. തൽക്കാലം ഒരു PR കാര്യങ്ങളും കളിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അങ്ങ് വൈൻഡപ്പ് ആക്കാം. അപ്പോൾ ലെറ്റ്സ് ഗോ. അപ്പോൾ സോളാർ മാപ്പിലും വല്ലതൊക്കെയാണ് വരുന്നത്. അപ്പം എൻ്റെ ക്യാരക്ടറിസ്റ്റിക്ക് കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ക്യാരക്ടറിസ്റ്റിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കോപ്പി ചെയ്തോ. കാരണം ഇത് വെച്ചിട്ട് നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ട് നല്ല പ്ലസും കിട്ടും. എനിമി കൺഫ്യൂസും ആവും. കാരണം ഓൾക്കാർ കിട്ടേണ്ട ആദ്യം ഡുവാൾ കുത്തി ചെയ്യുമ്പോൾ എനിമി ഒന്ന് നീങ്ങി പോകും. എനിമി കണ്ടോട്ടോട്ടേക്ക് ഇല്ലാണ്ട് ഇങ്ങനെ അങ്ങ് അടിക്കും. അപ്പോഴത്തേക്കും നമുക്ക് എനിമിനെ വണ്ടാൻ പറ്റും കാര്യം ഇടാം. ഇത് മാത്രമല്ല നമുക്കറിയാലോ, നിങ്ങൾ പ്രോ പ്ലേയേഴ്സാണെന്ന് എനിക്കറിയാം. നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അതോ ഇനി ബിഗിനേഴ്സ് ഉണ്ടെങ്കിലേ അവർക്കും കൂടി ഒന്ന് അറിയട്ടെ എന്ന് എഴുതിയിട്ടാണ്. ഈ സ്കിൽ കോമ്പിനേഷൻ ഉറപ്പായിട്ട് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നല്ല അഡ്വാൻറ്റേജ് കാണും. കാരണം ഇത് വെഹിക്കിൾ ഓടിക്കുമ്പോൾ മറ്റേ എല്ലാ സംഭവം ഉണ്ട്. ലാസ്റ്റ് സോണിനും എല്ലാത്തിലും പറ്റിയ സെറ്റ് കോമ്പിനേഷനാണ്. ഹയാത്തോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ സ്കിൽ കോമ്പോ പിന്നെ പൊളിയാന്ന് പറഞ്ഞാൽ മതി. ഹയാത്തോ പ്ലസ് മറ്റേ കൈറോസ് ഇവന്മാർ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞാൽ മതി. അമ്മാതിരി കോമ്പിനേഷനാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൂടി കളിച്ചു, പക്ഷെ എൻ്റെ ഒരു നമ്മളിപ്പോൾ കാരണം ഒരുത്തിന് എവിടെ നിന്നോ ഒന്ന് തേർഡ് പാർട്ടി അടിച്ചു. അങ്ങനെ ഞാൻ ചത്തുപോയി. അതുകൊണ്ട് കഴിഞ്ഞ കളിയിലായിരുന്നു ഞാൻ ഈ ക്യാച്ച് കോമ്പോ ഇടുന്നത് തന്നെ. കാരണം ഒരു കൗതുകത്തിലിട്ടാണ്. അതുമാത്രമല്ല ഈ സ്കിന്നും കാര്യം എനിക്ക് ഫസ്റ്റ് 10,000 സ്പിന്നിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത് ഈ സ്പിന്നും കാര്യം. അതുകൊണ്ട് ഗരീന വെരി താങ്ക്സ്. ഗരീന ഈ വീഡിയോ ബാൻ ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ ഒരു 1 ടാപ്പ് ഗൺ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അതും കള്ളൊക്കെ എടുത്തേക്കാം. ഓക്കെ ലെറ്റ്സ് ഗോ. ഇവിടെ ഞാൻ ഇതിലിപ്പോൾ സ്കിൽ യൂസ് ചെയ്തേ. എൻ്റെ കയ്യൊന്നും വർക്കാവാത്തേ. ഇപ്പോൾ കുഴപ്പമില്ല. ഐസ് വർക്കാവുന്നുണ്ട്. ഞാൻ അറിയാണ്ട് എന്തൊക്കെ തനിയെ കാണിച്ച് എന്തൊക്കെയോ കാണിക്കണു ഐസ്. കയ്യും പോലും എന്നെ ഇപ്പം പരിഹരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ 1 ടാപ്പ് കോമ്പോ ഇട്ടുകൊണ്ട് കയറി വന്നത് എനിമിയുടെ തൊള്ളയിലൊട്ടിക്കാണ്. ഓക്കെ, അപ്പം പുറത്തിറങ്ങാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ 1 ടാപ്പ് അടിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കണേ. അതേ സെയിം സ്പീഡിൽ തന്നെ അവൻ അകത്തോട്ട് കയറി പോവുകയും ചെയ്തു. പക്ഷെ ഇവൻ തന്നെയാണ് ഒറ്റൊരു അടി അടിക്കാൻ പറ്റാത്തേ. സർപ്രൈസ് ആണെന്ന് പറയാം. സർപ്രൈസ്. എനിമി അടുത്ത് വന്നു സ്വർഗത്തിൽ പോയി. ഇനി ആ മണ്ടൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചിറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ കയ്യിലിരിക്കുന്ന മാക്സിമം AC-8 ആണ്. മാക്സിമം AC-8 കണ്ടിട്ടുണ്ടെങ്കിൽ പേടിക്കാത്ത ഒരാളില്ല. കാരണം മാക്സിമം ഹൈ ഡാമേജ് ആണ്. പക്ഷേ 1 ടാപ്പ് അടിക്കാൻ ഇച്ചിരി പാടുള്ള ഗണ്ണും കൂടിയാണ്. പക്ഷെ അതിൽ നമ്മളടിച്ചു 1 ടാപ്പും കയറിലൊക്കെ. എനിക്ക് അവിടെ വരുന്നവരെ കാണും. അയ്യോ ഗൈസ്, അവൻ ഭയങ്കര അടിയായിട്ട് അടിച്ചേ. ഞാൻ കരുതി ചെക്കനെ ഈസി ആയിട്ട് അടിക്കാമെന്ന്. പക്ഷെ ഞാൻ നീ ലാൻഡ് ചെയ്ത സ്ഥലത്തോട്ട് ഞാൻ ഒരിക്കലും ലാൻഡ് ചെയ്യില്ല. കാരണം അതായിരിക്കും നമ്മൾ ചെയ്യണേ ഏറ്റവും വലിയ മണ്ടത്തരം. കാരണം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അമ്മാര് നമ്മൾ പറന്നിറങ്ങുന്നതിന് മുമ്പ് അടിച്ചു നിൽക്കും. കാരണം അമ്മാതിരി പൊട്ടത്തരൊന്നും നമ്മൾ കാണിക്കാൻ പാടില്ല. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൂട്ട് കാണുന്നുണ്ടെങ്കിൽ തൊട്ട് മുകളിലോ അല്ലെങ്കിൽ താഴെയുള്ള ഒരു വീട്ടിൽ കയറുക. അവിടെയും കല്ലും നിങ്ങൾക്ക് നല്ല ലൂട്ടും കല്ലൊക്കെ കിട്ടുന്ന സ്ഥലമായിരിക്കണം. അപ്പം ഞാനാണ് TV ടവറിലോട്ടേക്കാണ് ഇറങ്ങിയേക്കണത്. എൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ആ സ്ഥലം. അത് നിങ്ങൾ ഓർക്കണം.
ഇവിടെ എനിമി കാണില്ലായിരിക്കും, കാരണം ഇവിടെ ഭയങ്കര നിശബ്ദത. ഇല്ലെങ്കിൽ പൂരക്കളമാണ്, മറ്റേ BR പീക്ക് പോലെയാണ് സോളാർ മാപ്പിലെ ഈ TV ടവർ. ബ്ലൂ സോണൊന്നും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ബ്ലൂ സോൺ ഉണ്ടാവാറില്ല ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ മാക്സിമം എവിടെ വൺ ടാപ്പ് കിട്ടി മോനെ. ഇനി താഴെയുള്ള എനിമി കരയാൻ പോവുക. ആർ യു റെഡി ഫോർ ദാറ്റ്? ഓക്കെ, ഞാൻ തൊട്ട് ചത്ത താഴെ തന്നെയാണ് പോവാൻ പോണേ. ഓക്കെ, അപ്പോഴൊന്നും ചെക്കൻ്റെ നല്ല ലൂട്ടൊന്നും ഇല്ലാന്ന് കേട്ടോ, അത് ഞാൻ ഇപ്പോഴും പറയാം. പക്ഷെ നമ്മുടെ കയ്യിൽ പാരഫലാണ് ഇരിക്കണേ. പാരഫിൽ പിന്നെ നല്ല ആക്യുറസി ഉള്ള കണ്ണാണ്, ഇച്ചിരി റീകോയിൽ ഉണ്ടെന്നേ ഉള്ളൂ, വലിയ കുഴപ്പമില്ലാത്ത കണ്ണാണ്. പണ്ടൊക്കെ ഞാൻ പാരാഫിൽ വെച്ച് ഒത്തിരി നന്നായിട്ട് കളിക്കുകയാണ്. നിങ്ങൾ എൻ്റെ പണ്ടത്തെ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കി അറിയാം. എന്തായാലും ഇനി ഇവിടെ ആ മട്ട കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മൾ നേരെ പോയിട്ട് എൻ്റെ ACT അങ്ങ് എടുക്കാൻ പോവാണ്. നേരെ പോകുന്ന വലിയ സേഫൊന്നും അല്ല. മുമ്പേ ഞാൻ ഒരുത്തിനെ അടിച്ചിട്ട് പോലെ എന്നെ അടിച്ചിടാൻ സാധ്യതയുണ്ട്. നമ്മളെന്തിന് വെറുതെ ഇങ്ങോട്ടും അടി വാങ്ങിച്ചിട്ട് മണ്ടൻ എക്സമേറ്റ് കളഞ്ഞിട്ടാവാൻ പോയെ. അങ്ങനെയാണ് ACT ഞാൻ എടുക്കാന്ന്, കാരണം വൺ ടാപ്പ് ഗണ്ണാണ്. AK വെച്ച് നന്നായിട്ട് ഹെഡ് കയറുന്നുള്ള സത്യം തന്നെയാണ് കേട്ടോ. AK വെച്ച് നന്നായിട്ട് ഹെഡ് കയറുമായിരുന്നു. ഇനി ഒറ്റയിരുത്തം കാണില്ലായിരിക്കും, പക്ഷെ എപ്പോൾ വേണമെങ്കിലും വരാം. അതാണ് എൻ്റെ ഇത്. വെടിവെച്ച് കേട്ടെ. സോ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.